സ്വാഗതം. സയന ടാരക്കാട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് 2 സന്ദേശങ്ങൾ താങ്കൾ എന്താണെന്ന് കേൾക്കണമെന്ന് താങ്കളുടെ പൂർവികരും മാലാഖമാരും ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ താങ്കൾക്കായി 2 കാർഡുകൾ എടുക്കുന്നു. ഇതിലെ 2 സന്ദേശങ്ങൾ, സന്ദേശം നമ്പർ 1 ആൻഡ് സന്ദേശം നമ്പർ 2, ഇത് രണ്ടുമാണ് ഇന്ന് രാത്രി അവർ താങ്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അറിയണം എന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യ സന്ദേശം നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡിൽ വളരെ മനോഹരമായിട്ട് ചിത്രമാണ് നമുക്ക് വന്നിരിക്കുന്നത്. വിൻറ്റർ എന്ന് പറയുന്ന കാർഡാണ്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഒരു ആനിമൽ ഇമേജാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വിൻറ്റർ എന്ന് പറയുന്നത് വളരെ തണുപ്പുള്ള കാലമാണ്. ഈ തണുപ്പുള്ള കാലത്ത് ചില ജീവികൾ നിങ്ങൾക്കറിയാമല്ലോ ഹൈബർനേഷനിൽ പോകും. ഹൈബർനേഷനിൽ പോകുന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് മഞ്ഞിൻ്റെ അടിയിൽ ഉറങ്ങുകയായിരിക്കും എന്നാണ് പറയുക. അതേപോലെ ഉറുമ്പിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉറുമ്പ് വേനൽക്കാലത്ത് ഒരുപാട് ഇത് ശേഖരിച്ച് വയ്ക്കുകയും മഴക്കാലത്ത് സർവൈവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് താങ്കൾക്ക് നൽകുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത് സ്വന്തം കാര്യം നോക്കാനാണ് പറയുന്നത്. അതിനർത്ഥം എങ്ങനെയാണോ ഉറുമ്പുകൾ ശേഖരിച്ച് വയ്ക്കുന്നത്, അതേപോലെ നമുക്കിപ്പോൾ ശേഖരിച്ച് വെക്കേണ്ട ഒരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, അനാവശ്യമായിട്ടുള്ള ഇത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ആവശ്യത്തിന് ചിലവേണം, അനാവശ്യമായിട്ടുള്ളത് ഒഴിവാക്കാനാണ് ആദ്യത്തെ ഒരു സന്ദേശം പറയുന്നത്. രണ്ടാമത്തെ സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് മറ്റൊരു കാർഡാണ്. ഫയർ ഗാർഡിയൻ എന്ന് പറയുന്നൊരു കാർഡാണ്. ഫയർ ഗാർഡിയൻ എന്ന് പറയുന്നത് പാഷൻ്റെ കാർഡാണ്. ഇഗ്നൈറ്റ് യുവർ പാഷൻസ് എന്ന് പറയുന്ന കാർഡാണ്. ഇഗ്നൈറ്റ് യുവർ പാഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സേവ് ചെയ്യുന്നൊരു സമയത്ത്, നമ്മൾ തണുപ്പ് കാലമാണല്ലോ, നമ്മുടെ ഉള്ളിൽ ചില പാഷൻസ് ഉണ്ട്. പാഷൻ എന്ന് പറയുന്നത് ഫയറാണ്. നമുക്കറിയാമല്ലോ, തീക്ക് മഞ്ഞിനെ ഉരുക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതായത് താങ്കളുടെ ഉള്ളിലുള്ള ഫയർ, പാഷൻസ്, അതായത് പുതിയ വല്ല ആശയങ്ങൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, അത് ഫോളോ ചെയ്യുക. പുതിയ വല്ല പ്രൊജക്റ്റ്, പുതിയ വല്ല ജോലി, പുതിയ എന്തെങ്കിലും പഠിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, അത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഉറങ്ങുന്നതിന് മുമ്പ് അറിയിക്കുന്നത്. ഒന്ന്, ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ സേവ് ചെയ്യുക. അതേപോലെ പുതിയ വല്ല ആശയങ്ങൾ വരുന്നുണ്ടോ എന്ന് ആഴത്തിൽ നോക്കിയിരിക്കുക അടുത്ത 1-2-3 ദിവസം. അതുണ്ടെങ്കിൽ അതുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരാനാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.